ഒരു 5-6 ദിവസത്തേക്കുള്ള ഡ്രസ്സും മറ്റു സാധനങ്ങളും പാക്ക് ചെയ്ത് നമ്മളിന്ന് പോകാൻ പോകുന്നത് ജിസാനിലേക്കാട്ടോ. ജിസാൻ എന്ന് പറഞ്ഞാൽ യമനിന്റെ ബോർഡറാണ്. നമുക്ക് അങ്ങോട്ടൊരു 9 മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട്. ഈ കാണുന്ന ഫ്ലവർ എൻ്റെ ആമിനാന്റെ വക ഒരു സർപ്രൈസ് കിട്ടിയതാ. ഈ മാപ്പിൽ കാണുന്ന റൂട്ടിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അങ്ങനെ രാവിലെ എല്ലാം സെറ്റാക്കി നമ്മൾ യാത്ര തുടങ്ങാനുള്ള പരിപാടിയില്ല. ഈ യാത്രയിൽ കൂടുതലായിട്ട് ആരുമില്ല, ഞാനും തൻവീറും മാത്രമേ ഉള്ളൂ. പോകുന്ന വഴിയിൽ നിന്ന് 1-2 സാധനങ്ങൾ വണ്ടിയിൽ കയറ്റാനുണ്ടായിരുന്നു. കുറെ ദൂരം ഓടിയപ്പോൾ ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിലും അതേപോലെ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഒരു കട്ടൻ ചായയും അതൊക്കെ കുടിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. ഇനി ഒരു 416 കിലോമീറ്ററും കൂടി ഈ ബോർഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും മറ്റുമാണിത്. ഉച്ചയായപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ ആലോചിച്ച് നമ്മൾ വണ്ടി സൈഡാക്കി. ഈ കടയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നേ ഉള്ളൂ, ഷവായും ബുഖാരി റൈസും. അതിന്റെ കൂടെ ഉണ്ടല്ലോ ഹംലയാത്ര. കുറെ ദൂരം പോയപ്പോ പിന്നെ കടലിന്റെ സൈഡിലൂടെ പിന്നെ യാത്ര. വിശാലമായ കടലും സൈഡിലൂടെ നമ്മളെ യാത്ര. ഈ കാണുന്ന 2 സൈഡും നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായത് ഇത് പണ്ട് ഏതോ കാലത്ത് ഇവിടെ കടലായിരുന്നു എന്നുള്ളതാണ്. കാരണം അത് നേരിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ്. പിന്നെ ഇതാ നമ്മളെ വെൽക്കം ചെയ്തിട്ടുള്ള ഓരോ കവാടങ്ങളും. വൈകുന്നേരം ആയപ്പോഴേക്ക് സൂര്യൻ വന്ന് കിസ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം നമ്മൾ ജിസാനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നിയത് ഈ മരുഭൂമി നമ്മൾ കടന്നു വന്നിട്ട് പിന്നെ കാണുന്നത് മുഴുവനും പച്ചപ്പ. അതായത് നമ്മളെ കേരളത്തിൽ എത്തിയ ഒരു ഫീലിംഗ്. പ്രകൃതി പച്ചപ്പാണെങ്കിലും ചൂടിനൊരു കുറവില്ല. ഇവിടെ എന്തൊക്കെയൊക്കെയോ കൃഷികളുണ്ട്. എത്തിയപ്പോൾ തന്നെ വേറെ ഒടുക്കും തിരിയാൻ നിന്നില്ല. നമ്മൾ നേരെ സൈറ്റിലേക്ക് പോയി. എത്തിയപ്പോൾ തന്നെ രാത്രി 7 മണി 8 മണി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏതായാലും സൈറ്റിൽ എന്തൊക്കെ ചെയ്യാനുള്ളത് നോക്കിയിട്ട് റൂം എടുത്ത് റെസ്റ്റ് എടുത്ത് നാളെ പകൽ മുതൽ പണി തുടങ്ങാന്നുള്ള ഒരു ആലോചനയാണ്. ജിസാനിൽ 2 സൈറ്റാണ് നമുക്ക് ചെയ്യാനുള്ളത്. രണ്ടിടത്തും എന്തൊക്കെ കുറവുകൾ നോക്കിയിട്ട് അത് പരിഹരിക്കാനാണ് നമ്മൾ വന്നത്. ഈ സൈറ്റിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അടുത്ത സൈറ്റ് നോക്കും വേണം. അങ്ങനെ 2 സൈറ്റും നമ്മൾ തപ്പിപ്പിടിച്ച് കണ്ടിട്ട് അവിടെ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കി വെച്ചതിന് ശേഷം ഇനി റൂം എടുത്തൊന്ന് വിശ്രമിക്കണമല്ലോ. ആദ്യം സൈറ്റൊക്കെ ഒന്ന് കണ്ടാലേ സമാധാനമാവുള്ളൂ. അതിന്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ലല്ലേ, ഈ ഒരു സംഭവം ബാക്കി ഉണ്ടായിരുന്നു. ഒന്നും കിട്ടിയില്ല. അവസാനം പാകിസ്ഥാനി റൊട്ടി കഴിച്ചു. പിന്നെ പോയി റൂം എടുത്തപ്പോഴാണ് ഒരു സമാധാനമായത്. ഞങ്ങൾ 2 ഈ റൂമിന് ധാരാളം. എണീറ്റ് നമ്മൾ സൈറ്റ് പോയി തുടങ്ങി. ഒരു സാധനം തപ്പി നമ്മൾ ഇവിടുത്തെ ഒരു ഉള്ളേരി പോയപ്പോൾ ഏകദേശം തമിഴ്നാട്ടിൽ ചെന്നൊരു ഫീല്. എന്തായാലും വേണ്ടില്ല, സാധനം കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. ഇവിടെ ആണെങ്കിൽ അറിയണ ഒരു മനുഷ്യന്മാരും ഇല്ല. പിന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ കുറച്ച് കൂടുതൽ പറയാനുള്ളത് ഇവിടുത്തെ പച്ചപ്പന്നെയാണ്. ഇവരുടെ കൂടുതലായിട്ടുള്ളത് സ്ട്രോബെറി കൃഷിയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ ഇവിടെ ആയിട്ട് കുറെ സ്ട്രോബെറി കച്ചവടക്കാരെ കാണുന്നു. അങ്ങനെ ദിവസം പോയി നമ്മളിവിടെ 6 ദിവസമായിട്ടോ. ഇന്ന് തിരിച്ചു പോകണം. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അബഹ വഴിയാണ്. നമ്മളെ തൻവീറിന്റെ ഉപ്പ ജോലി ചെയ്യുന്നത് അബഹയിലാണ്. ഓന്റെ ഉപ്പാൻ ഓനക്കൊന്ന് കാണും വേണം. അബഹയും വിശേഷങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.